friends, welcome back to my channel Simply Me. What's your name? അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു ഹോൾ വീഡിയോ ആണ്. അതിന് മാത്രം സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഇതെന്ന് പറയുന്നത് മിനിസോ എന്നൊക്കെ അറിയില്ല, അതുപോലെ തന്നെ ഒരു ബ്രാൻഡാണ്. ഇതാണ് ബ്രാൻഡിന്റെ പേര്. ഇത് എങ്ങനെയാ സ്പെൽ ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. മംസോ ആണോ മംസോ ആണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്താണ് ഇതൊരു കൊറിയൻ ബ്രാൻഡ് എന്നാണ് ഇവിടെ പറയണതെങ്കിലും പക്ഷെ എല്ലാം മെയ്ഡ് ഇൻ ചൈനയാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഹോൾ വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഉള്ളൂ ഫ്യൂച്ചറിലെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരാനും മിസ് ആയിട്ട് കാണാനും പറ്റുള്ളൂ. സോ സബ്സ്ക്രൈബ് മൈ ചാനൽ ഫാസ്റ്റ്. ഫസ്റ്റ് സാധനം എന്താണ് വാങ്ങിച്ചതെന്നുള്ളത് കാണിച്ചത്. ഇത് ഇങ്ങനെ ഒരു ഷീറ്റാണ്, നമ്മളെ നോ സ്ട്രിപ്സ് ഇല്ല അതുപോലത്തെ ഉള്ള ഒരു ഷീറ്റാണ്. ഇത് 3-in-1 ആണ്. കണ്ടില്ലേ, സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2, സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല എനിക്ക്. ഓക്കെ, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺക്ലോഗ് പോർസ്, അതായത് പോർസ്, ഇവിടുത്തെ പോർസ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഇതൊരു ഷീറ്റ് മാസ്ക് ആണ്. എത്ര നേരം വെക്കണം എന്നൊന്നും കൊടുത്തിട്ടില്ല. ലീവ് സ്കിൻ. ഓക്കെ, ഇങ്ങനെ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇത് സ്ട്രിപ്പ് ഇങ്ങനെ എടുക്കുമ്പം ഇത് അടുത്ത സ്ട്രിപ്പ് വെക്കണം. അപ്പം അടുത്ത സ്ട്രിപ്പ് വെക്കുമ്പോൾ നമ്മൾ വലിച്ചെടുക്കുമ്പം ഇതിലുള്ള നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാൻ വേണ്ടി സഹായിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള പോർസ് ഒക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോർ മിനിമൈസർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇങ്ങനെ 3 സ്റ്റെപ്സ് ആയിട്ടാണ് കൊടുത്ത. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇതിന് വെറും 4 dirhams ആണുള്ളത്. ഇത് ഞാൻ UAE ഇവിടെ ഉള്ളൊരു എന്താ പറയുക അജുമാൻ സിറ്റി സെന്റർ എന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ UAE-ലുള്ളവരാണെങ്കിൽ ഇതൊക്കെ എവിടെ വേണമെങ്കിൽ അവൈലബിൾ ആണെങ്കിലും മംസോ എനിക്കൊന്ന് ദുബായിലുണ്ട്, ഷാർജ ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇതിന്റെ ഷോറൂംസ് ഉണ്ട്. അപ്പം അവിടെ വാങ്ങിയത് വെറും 4 dirhams ഉള്ളൂ. ഈ നാട്ടിലാണെങ്കിൽ ബാംഗ്ലൂർ ഉണ്ട്, കൊച്ചിയിലുണ്ടോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഈ മിനിസോ പോലെ തന്നെയാണ് ഈ മംസോ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഫസ്റ്റ് സാധനം വാങ്ങിച്ചത്. 4 dirhams ആണ്. ഓക്കെ, അടുത്തത് പറയുന്നത് ഇങ്ങനെ ഒരു സ്പഞ്ചാണ്. ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇതൊരു എന്താ പറയുക ചെറിയൊരു എന്താ പറയാ ഒരു സ്റ്റാൻഡ് ഒക്കെ ആയിട്ടുള്ളതാണ്. ഇതിന് 7 dirhams ആണ്. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. സോ 7 dirhams, 7 അല്ല 10 dirhams വാങ്ങിച്ചിട്ടുള്ളത്. കണ്ടിട്ട് ഭയങ്കര ക്യൂട്ട് ആയിട്ടാണ്. ഇതിന്റെ യൂസേജ് അല്ലെങ്കിൽ യൂസ് എങ്ങനെയാണ്, യൂസ് അല്ല മീൻസ് യൂസ്ഫുൾ ആണ് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക അടിപൊളി സംഭവമാണ്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ ഈ ഒരു സ്റ്റാൻഡും ഒക്കെ കൂടി കണ്ടിട്ടാട്ടോ ഞാൻ എടുക്കാം. മെയിൻ ആയിട്ടുള്ള കാര്യം കണ്ടോ, ഇങ്ങനെ ഒരു ലവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഇതിന്റെ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്, ഹോൾഡർ ഒക്കെ ഉള്ളതാണ്. നിലത്തേക്ക് ഇട്ടതാട്ടോ സാധനം. അപ്പം നല്ല സോഫ്റ്റ് ആണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് എന്റെ മാർക്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്നലെ ഞാൻ വാങ്ങിച്ച അപ്പൊ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഒന്ന് സാധനം വാങ്ങിച്ചാലും അപ്പൊ തന്നെ പൊളിച്ച് നോക്കാന്നുള്ളത് എന്റെ ഒരു ടെൻഡൻസിയാണ്. എനിക്ക് അറിഞ്ഞൂടാ എന്താന്നുള്ളത്. ഭയങ്കര സോഫ്റ്റ് ആണ്. ഇപ്പം അതൊന്ന് ഷ്രിങ്ക് ആയിട്ടുണ്ട്. പക്ഷെ ഇത് ഒന്ന് വെറ്റ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് വലുതാവുന്നുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ വിചാരിച്ചത് അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല എന്നാ വിചാരിച്ചത്. പക്ഷെ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഈവൻ ഞാൻ പൗഡേഴ്സ് യൂസ് ചെയ്തു, അത് കൂടാതെ ഫൗണ്ടേഷനും യൂസ് ചെയ്ത് നല്ല പെർഫോമൻസ് ഉള്ള ഒരു അടിപൊളി സ്പഞ്ചാണിത്. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ കുട്ടി സ്റ്റാൻഡൊക്കെ ആയിട്ട് ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്പഞ്ച്. ഇതിന് 10 dirhams ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസിലും ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാകും. ഇതെന്ന് പറയുന്നത് ഫേഷ്യൽ മസാജ് ക്ലീനിങ് ബ്രഷ് ആണ് ഇത്. അപ്പം ഇതിന്റെ ഇലക്ട്രോണിക്സിലും വരുന്നുണ്ട്. അതായത് ബാറ്ററി യൂസ് ചെയ്യുന്നത്, ഓട്ടോ റൊട്ടേഷൻ ഒക്കെ പറഞ്ഞിട്ട്. ഇത് മാനുവൽ ആയിട്ടുള്ളതാണ്. അപ്പൊ ഓൾറെഡി ഞാൻ പൊട്ടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതിനെ കൊണ്ട് ഇതിന്റെ ബോക്സ് ഒക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പം ഇതാണ് ഇതിന്റെ ഇവിടെ കണ്ടില്ലേ ബ്രിസിൽസ്, ഭയങ്കര സോഫ്റ്റ് ബ്രിസിൽസ് ആണ് ഇവിടെ ഉള്ളതാണെങ്കിലും ശരി. ഇതാണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ബ്രഷസ് ആണ്. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്രഷസ് ആണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. മീൻസ് ഈ ഒരു ബ്രഷിന്റെ ഈ ഒരു എന്താ പറയാ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്ത് മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടില്ല. ഞാൻ കുറെ നോക്കി മെറ്റീരിയൽ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇലക്ട്രോണിക്സിന്റെ വേറെ അത്യാവശ്യം ബ്രാൻഡഡ് സാധനങ്ങൾക്ക് ഒരുപാട് റേറ്റ് ഉണ്ട്. ഇതെനിക്ക് വെറും 10 dirhams കിട്ടിയിട്ടുള്ളത്.
സെയിം സംഭവമാണ്. ഇത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് നമ്മൾ ഫേസ് വാഷ് അല്ലെങ്കിൽ ഫേഷ്യൽ ക്രീംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, ഇടുക, എന്നിട്ട് നന്നായിട്ട് സർക്കുലർ മോഷൻസിൽ എന്താ പറയുക റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സ്കിന്നിൽ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഈവൻ നിങ്ങൾ എന്താ പറയുക മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ഒക്കെ നന്നായിട്ട് ഉള്ളിൽ ചിലവർ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസ് മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ഫൗണ്ടേഷൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്നുള്ളത് മീൻസ് നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു ക്ലെൻസ് ചെയ്തിട്ട് പോക്കുന്നില്ല. നിങ്ങൾ ഈ പോർസിന്റെ ഉള്ളിലൊക്കെ ഈ ഒരു ഫൗണ്ടേഷന്റെ അല്ലെങ്കിൽ നിങ്ങളിട്ട് ക്രീംസിന്റെ ഒക്കെ ഉള്ളിൽ അടങ്ങി നിൽക്കുമ്പോഴാണ് പിന്നെ അത് ബ്രേക്ക് ഔട്ട്സ് വരാനുള്ള ചാൻസസ് ഉള്ളത്. അപ്പം ഇത് യൂസ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ബ്രേക്ക് ഔട്ട്സ് വരില്ല. ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നല്ലൊരു മസാജറും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഇത് 5 സ്റ്റെപ്സ് ആണ് കൊടുത്തിട്ടുള്ള. വെറ്റ് ബ്രഷ്, അതായത് ഇത് നനയ്ക്കുക, അതിനുശേഷം അപ്ലൈ ഫേഷ്യൽ ക്ലെൻസർ, അതായത് നിങ്ങൾ ഫേസ് വാഷ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ലാദർ ഇട്ട് ഓൺ ദ ഫോം ആക്കുക. നന്നായിട്ട് എന്താ പറയാ പത വരില്ലേ, ഇതിൽ തന്നെ ആക്കുന്നതിന് നല്ല പത വരും. പിന്നെ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇവർ തന്നെ ഈ ഒരു മംസോന്റെ ബ്രാൻഡിൽ നിന്ന് തന്നെ ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല എഫക്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്നലെ അത് യൂസ് ചെയ്ത് നോക്കി. ഇന്ന് ഞാൻ ഹിമാലയ യൂസ് ചെയ്തപ്പോൾ കുറച്ച് ഡ്രൈ ആവുന്നുണ്ട് ഫേസ്. നന്നായിട്ട് ഞാനിങ്ങനെ നല്ല സുഖം ഉണ്ടായിരുന്നു മസാജ് ചെയ്യാൻ. അപ്പോൾ കുറച്ച് ഡ്രൈ ആക്കണം. അപ്പം ഡ്രൈ ആവാത്ത ഏതെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ കൂടെ നല്ലത്. അപ്പം ഇതാണ് ഒരു അടിപൊളി സംഭവം എന്ന് പറയുന്നത്. ഭയങ്കര പൈസക്ക് മുതലാവാന്ന് പറയുന്നതാണ് ഈ ഒരു സാധനം. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബോഡി ലോഷനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒരു പശുവിന്റെ സിമ്പിളൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് മിൽക്ക് എക്സ്ട്രാക്റ്റിലാണ് ഈ ഒരു ബോഡി ലോഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു പശുവിന്റെ ഒക്കെ സിമ്പിളൊക്കെ കൊടുത്തതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ പറയുന്നത് ബ്രൈറ്റൻസ് ആൻഡ് സോഫ്റ്റൻസ് യുവർ സ്കിൻ എന്നാണ് പറയുന്നത്. റിച്ച് ഇൻ മിൽക്ക് എക്സ്ട്രാക്ട്, മൈൽഡ് ആൻഡ് സൂത്തൺ ആൻഡ് നുറിഷ് യുവർ സ്കിൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇത്. പക്ഷെ ഞാൻ പറയട്ടെ, എൻ്റെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിൻ ആവുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ്. എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടാണെന്നുള്ളത്. പക്ഷെ ഇത് അത്ര അങ്ങോട്ട് നറിഷിങ് ആണ് എനിക്ക് തോന്നുന്നില്ല. കാരണം വൺസ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ലാദറായിട്ട് നല്ല എന്താ പറയാ ഒട്ടും സ്റ്റിക്കിനെസ് ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് ഇത് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പിന്നും ഡ്രൈ ആവുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്മെല്ല് പറയണത് എന്ത് സ്മെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ജോൺസൺ ആൻഡ് ജോൺസൺ സോപ്പിന്റെ ഒക്കെ സ്മെല്ലില്ല. അതേപോലെ തന്നെ ഈ ചെറിയ കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പാലിന്റെ അല്ല ആ ഒരു ജോൺസൺ ആൻഡ് ജോൺസന്റെ സ്മെല്ലോ അങ്ങനെ എന്തൊക്കെയോ ഒരു സ്മെല്ല് ഉണ്ടാവും. ചെറിയ മക്കളെ ഒരു സ്മെല്ലാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് കുറച്ച് നേരം നന്നായിട്ട് ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പമ്പ് ടൈപ്പ് ആട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നതെങ്കിൽ പോലും അത്ര അങ്ങോട്ടേക്ക് ലാസ്റ്റ് എനിക്ക് ചെയ്യുന്നില്ല. ഇത് കണ്ടോ, ഇത് നന്നായിട്ട് വേഗം സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. ഒരു വാട്ടർ കൺസിസ്റ്റൻസി പോലെയാണ്, ക്രീം കൺസിസ്റ്റൻസി അല്ല ഇതിന് വരുന്നത്. വാട്ടറി ആയിട്ടാണ് ഉള്ളത്. പക്ഷെ ഇത് കുറച്ചു നേരം കഴിഞ്ഞാൽ ഒരു സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. എനിക്ക് വേറെ ഒരു ഹൈഡ്രേഷൻ കിട്ടുന്നതിനെക്കാട്ടി നമുക്കുള്ളൊരു സ്മെല്ല് ഉണ്ടാവില്ല. അതാണ് എനിക്ക് കുറച്ചും കൂടി ഇതിനെ കൊണ്ട് എനിക്കൊരു യൂസ്ഫുൾ ആയി തോന്നിയത്. ഇതിന് 7 dirhams ആണ്. ഇതില് 500 ml ഉണ്ട്. 7 dirhamsന് 500 ml ഒരു ബോഡി ലോഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഗുഡ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതാണ് അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇത് സ്കിൻ ബ്രൈറ്റൻ ചെയ്യുമോ എന്ന് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ചിലപ്പോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനിപ്പോൾ വളരെ 1 year ആയിട്ടുള്ളൂ. ഇതിന്റെ കറക്റ്റ് റിവ്യൂ ഞാൻ എന്താണെങ്കിൽ കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം പറയാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് വാങ്ങിയെന്നുള്ള. അപ്പൊ ഇതാണ് ആ ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഇത് അലോവേര എക്സ്ട്രാക്റ്റിന്റെ ഒരു ഫേസ് വാഷ് ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഈവൻ സ്മെല്ലാണെങ്കിലും സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലാണ്. നല്ലൊരു ഫ്രഷ് സ്മെല്ലില്ല. ഇങ്ങനെയാണുള്ളത്. ഒരു ഫോം ടൈപ്പ് ആണ്. അങ്ങനെ ഒരു ക്രീം ടൈപ്പ് ആണ് ആക്ച്വലി എന്ന് പറയുന്നത്. ഫോം അല്ല, ക്രീം ടൈപ്പ് ആണ്. ജെൽട്ട കൺസിസ്റ്റൻസി ഒന്നും അല്ല. പിന്നെ ഇതിന്റെ പേര് അലോ ലീഫ് എക്സ്ട്രാക്ട് മോയ്സ്ചറൈസിങ് എന്താണ് ഫേസ് വാഷ് ആണ് ഇത്. ഇതിന് വരുന്നത് 7 dirhams ആണ്. 7 dirhams ആണ് ഇതിന് വരുന്നത്. ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് സ്കിൻ ഒട്ടും നിങ്ങൾ ഡ്രൈ ആക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. എക്സ്പെഷ്യലി ഞാൻ ആ ഫേഷ്യൽ മസാജർ വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആവുന്നുണ്ട്. നമ്മൾ ഹിമാലയൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷെ ഇത് ഒട്ടും ഡ്രൈ ആക്കില്ല, നന്നായിട്ട് ക്ലെൻസ് ചെയ്യും നിങ്ങളുടെ സ്കിന്നിന്. ഓയിലി ഫീലിംഗ് അല്ല കേട്ടോ ഞാൻ പറയണത്. നന്നായിട്ട് ഒരു ഹൈഡ്രേഷൻ ഫീലിംഗ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. മൈൽഡ് ഓൺ സ്കിൻ. സത്യമാണ്, ഇത് ഭയങ്കര മൈൽഡ് ആണ് സ്കിന്നിലേക്ക്.
ഇതിന്റെ ഈ എല്ലാ പ്രൊഡക്ട്സിനും ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ എക്സ്പയറി ഡേറ്റ് കറക്റ്റ് ആയിട്ട് നല്ല ബോൾഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് റിയലി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും യൂസ് ചെയ്യുമ്പോൾ. അപ്പം ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ്. ഇതിന് 7 dirhams ആണ്. നിങ്ങൾ എന്താണ് ഇത് യൂസ് ചെയ്യണം അഥവാ വാങ്ങുകയാണെങ്കിൽ നല്ലൊരു ഫേസ് വാഷ് ആണ്. നിങ്ങൾ എന്താ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു തെറ്റും പറ്റില്ല. കാരണം 7 dirhams ഉള്ളൂ. ഇവിടെയൊക്കെ ഹിമാലയന്റെ ഫേസ് വാഷിന് 35 dirhams to 24 to 35 dirhams ആണ് ഹിമാലയന്റെ ഫേസ് വാഷിന് റേറ്റ് വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു 7 dirhamsന് ഒരു ഫണ്ട് തന്നെയാണ് ഇത് കിട്ടുന്നത്. ഞാൻ വാങ്ങിച്ച ഇങ്ങനെ ഒരു മോയിസ്ചറൈസർ ആണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ഒരു സ്നെയിലിന്റെ പിക്ചർ ഉണ്ട്. അതായത് ഇത് സ്നെയിൽ മോയിസ്ചറൈസർ ആണിത്. സ്നെയിൽ മോയിസ്ചറൈസിങ് ഹൈഡ്രോ ജെൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം സ്നെയിലിനെ കൊണ്ടുള്ള ഒരുപാട് ക്രീംസും ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ നടക്കുന്ന ടൈമാണ്. ഭയങ്കര ട്രെൻഡാണ് ഇപ്പം. അപ്പൊ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളത്. പക്ഷെ എനിക്ക് ഏറ്റവും അറപ്പുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഒച്ചാണ്. നിങ്ങൾക്ക് അറിയാലോ, ഒച്ച എന്നുള്ള നാട്ടിലെല്ലാവർക്കും ഒച്ചെന്ന് തന്നെയാ പറയാൻ. ഭയങ്കര അറപ്പാണ് എനിക്ക് ഒച്ചിന്. പക്ഷെ ഇത് ശരിക്കും ഒച്ചല്ലാത്തതിനെ കൊണ്ടാണ് എടുത്തത്. പക്ഷെ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി പറഞ്ഞാൽ ഭയങ്കര ഒട്ടുന്ന ഒരു ഇതുണ്ടാവില്ല, അങ്ങനെയാണ്. ഞാൻ വാങ്ങിച്ചിട്ട് കുടുങ്ങിയോ എന്നുള്ളൊരു ഡൗട്ടിലാണ്. പക്ഷെ വലിയ കുഴപ്പമില്ല. ഇത് മെയിൻ ആയിട്ട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്നെയിലിന്റെ എക്സ്ട്രാക്ട്, ഒച്ചിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടാണ് ഈ ഒരു മോയിസ്ചറൈസർ ഉണ്ടാക്കിയത്. ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് അവർ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റിങ്കിൾസിന് നന്നായിട്ട് എഫക്റ്റീവ് ആണ്. റിങ്കിൾസ് നന്നായിട്ട് പോക്കാൻ വേണ്ടി സഹായിക്കും. കൂടാണ്ട് നിങ്ങളെ ആക്നി ഉണ്ടെങ്കിൽ ആക്നി ക്ലിയർ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഹീലിംഗ് സ്കാർ ലൈൻസ്, അതായത് നിങ്ങൾക്ക് മുറിവൊക്കെ ഉണ്ടാകുന്ന സ്കാർസ് ഉണ്ടാവില്ലേ, ആ പാടുകളൊക്കെ പോക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു മോയിസ്ചറൈസർ സഹായിക്കും. സ്മൂത്ത്നർ ആൻഡ് സോഫ്റ്റൻ യുവർ സ്കിൻ എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്തപ്പം ഇതൊന്ന് സ്കിന്നിലേക്ക് ഇതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഒരു 2 minutesോളം നമ്മൾ മസാജ് ചെയ്താലേ ഉള്ളൂ സത്യത്തിൽ നന്നായിട്ട് അത് സ്കിന്നായിട്ടൊന്ന് അബ്സോർബ് ആവുള്ളൂ, ഒന്ന് സിങ്ക് ആവുള്ളൂ. എനിക്ക് തോന്നുന്നത് ഒച്ചിന്റെ എക്സ്ട്രാക്ട് ആയതിനെ കൊണ്ടാണോ ഇത് എൻ്റെ ഒരു മാനസിക അവസ്ഥയാണോ എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ഒരു വാട്ടർ ആണെങ്കിൽ പോലും ഒരു ഒട്ടുന്ന ഒരു ഇതുണ്ടാവില്ല, അങ്ങനെയാണ്. പക്ഷെ വൺസ് ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഇത് നല്ലൊരു പ്രൈമർ ആയിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. മേക്കപ്പ് പ്രൈമർ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിന് 7 dirhams ഇതിന് വരുന്നത്. ഇതിന്റെ അവിടെ അഥവാ പോവാണെങ്കിൽ ഇതിന്റെ അലോവേര ജെല്ലും ഉണ്ട്, നാച്ചുറൽ അലോവേര ജെൽ ഉണ്ട്, മോയിസ്ചറൈസറും കൂടി ഉണ്ട്. അതിനും 7 dirhams ആണ്. UAE പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് എവിടെ നിന്നാണ് അലോവേര ജെല്ല് കിട്ടുക എന്നുള്ളത്. അപ്പം മംസോ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. 7 dirhams ഉള്ളൂ, നാച്ചുറൽ ആണ്, നല്ലതാണ് എന്നാണ് പറയുന്നത്. ഞാൻ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ആയിട്ടൊരു സാധനം കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ എടുക്കാൻ മെയിൻ ആയിട്ടുണ്ടായ കാര്യം. അപ്പം കുഴപ്പമില്ല, ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്ന് പറയാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിന് പ്രൈമറി ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് 7 dirhams ആണ്. അപ്പൊ ഇതാണ് സ്നെയിൽ മോയിസ്ചറൈസർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് റൗണ്ട് ട്രാവൽ കംപ്രസ് ടവലാണ് ഇത്. ഇത് ആക്ച്വലി വാങ്ങാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജയ് സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ഉണ്ട്, വ്ളോഗ് ചാനൽ ഉണ്ട്. അജയ് ചേട്ടന്റെ വൈഫാണ് ഈവ. അപ്പം ഈവൻ ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പം ഈവന്റെ അടുത്ത് പറഞ്ഞ് ഈ മിനിസോൾ ഉണ്ട് ഇങ്ങനത്തെ കംപ്രസ്ഡ് ഫേസ് ഷീറ്റുകൾ. അപ്പം ഈ ചെറിയ ക്യാപ്സ്യൂൾ രീതിയിലാണ് ഉണ്ടാവുക. നിങ്ങൾ ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഫേസ് ഷീറ്റായി മാറും. ഭയങ്കര നല്ലതാണ്. 20 എണ്ണം കിട്ടും. അവൾ പറഞ്ഞ സംഭവം ശരിയാണ്. ഞാൻ ഇത് കണ്ടതും ഞാൻ അയ്യോ ഈവന്റെ സാധനം പറഞ്ഞിട്ട് അപ്പൊ തന്നെ എടുത്ത് ഞാൻ ബാഗിലിട്ടു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഫേസ് ഷീറ്റ് അല്ല, ഇത് ടവലാണ്, കംപ്രസ്ഡ് ടവലാണ്. ഇതിനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ക്യാപ്സ്യൂൾ ടൈപ്പിലാണ് ഇത് വരിക. ഇത് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് തന്നെ ഇത് എക്സ്പാൻഡ് ആകും. എക്സ്പാൻഡ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ പോലെയല്ല, അത്യാവശ്യം നമ്മളെ തുണിയില്ലേ കോട്ടൺ ക്ലോത്ത് പോലെ തന്നെ ഇത് എക്സ്പാൻഡ് ആകും. ഇത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ ഫേഷ്യൽ വൈബ്സ് ഉണ്ടല്ലോ,
ആ വൈബ്സിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ചെറിയ കുട്ടികളുള്ളവർക്കാണെങ്കിൽ ബേബി വൈബ്സിലൊക്കെ ചിലപ്പം ലിക്വിഡൊക്കെ അത്യാവശ്യം അവർ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ലിക്വിഡ്സ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ബാഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി എക്സ്പാൻഡ് ആവാനും നല്ലോണം അവരെ ക്ലീൻ ചെയ്ത് കൊടുക്കാനും പറ്റുന്നൊരു സംഭവമാണ്. നാട്ടിൽ പോയാൽ ഒരുപാട് പിള്ളേരുണ്ട് ഇപ്പോൾ നാട്ടിൽ, കച്ചറ കുട്ടികളെ കൊണ്ട്. അപ്പം കുട്ടികൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയൊരു സാധനമാണ്. കുട്ടികൾക്ക് വാങ്ങുന്നത് ഞാൻ വിചാരിക്കുന്നത് 7 dirhams ആണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഇതാണ് അടുത്ത സാധനം. ഈവൻ മേക്കപ്പ് റിമൂവ് ചെയ്യാനും നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു കൂളിംഗ് സെൻസേഷൻ കിട്ടാൻ ഇത് യൂസ് ചെയ്യുക. ഇവൻ ഇത് ത്രോ ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലോത്ത് ആണ് ഇത്. ആക്ച്വലി നമ്മൾ നോർമൽ ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ അല്ല കേട്ടോ, ഇത് ക്ലോത്ത് ആണ്. കുറച്ച് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 20 എണ്ണം വരുന്നുണ്ട്. ഇവ പറഞ്ഞ പോലെ തന്നെ 20 എണ്ണം വരുന്നുണ്ട്. ഇത് 20 x 23 സെന്റിമീറ്റർ ആണ്. അത് വലുതാവുമ്പോൾ എക്സ്പാൻഡ് ആവുമ്പോൾ ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചത് എങ്ങനെയാണുള്ളതൊക്കെ. അപ്പം ഇതിന് 7 grams ആണ്. കുട്ടികളുള്ളവർക്കൊക്കെ പറ്റുന്നൊരു സംഭവമാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് ഇതാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, ഞാൻ ഇങ്ങനെ ചുരുട്ടി വെച്ചതാണ്. ഇത് നമ്മളെ ഹെയർ ബാൻഡ് ഇല്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡാണ്. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ അയച്ച് നമ്മളെ ഹെയറിലൊക്കെ ഇടുന്ന ഒരു സാധനം. ഇതാണ് സംഭവം. ആക്ച്വലി ഈ ഹെയർ ബാൻഡ് എന്ന് പറയുന്നത് എനിക്ക് എസ്പെഷ്യലി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ 2 ഭാഗത്തും തട്ടുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദന വരും. ഈവൻ ആ എലാസ്റ്റിക് ഉള്ള ഒരു ബാൻഡ് ഇല്ലേ, അതാണെങ്കിലും ശരി എനിക്ക് തലവേദന വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ക്ലോത്ത് ആണ്. ഇത് നോർമൽ ക്ലോത്ത് ആണ്. ഇതിൻ്റെ ഉള്ളിൽ വയേഴ്സ് ആണുള്ളത്. നമ്മളെ കമ്പി പോലെയുള്ള ഉണ്ടാവില്ലേ, അതാണ്. അപ്പം നമുക്ക് ഒട്ടും തലവേദന ഒന്നും വരില്ല. എങ്ങനെ ഇത് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ നമ്മൾ ഒരു ക്ലോത്ത് ഒക്കെ ഇടുന്നത് പോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇടാം. അതിന് ശേഷം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് വളച്ച് വെക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെയൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെക്കല്. അപ്പം അത് നമ്മളെ ആ ഒരു വലുപ്പത്തിനനുസരിച്ച് ആ ഒരു എന്താ പറയുക ഭയങ്കര കട്ടി ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കാം. സോ ഓ മൈ ഗോഡ്, ഓക്കെ. സോ ഇങ്ങനെയാണ്. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വാങ്ങണം എന്നുള്ളത്, പക്ഷെ വാങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ അവിടെ ഇതിനാകെ എനിക്ക് തോന്നുന്നു 7 grams ആണ്. ഒക്കെ 7, 4, 10, 15. പിന്നെ ആ ഒരു ഫേഷ്യൽ ഇതില്ല, അതിന്റെ എന്താ പറയാ കുറച്ച് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ എന്താ പറയുക ബാറ്ററിയിലുള്ളതിന് 35 to 40 ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് നന്നായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഞാൻ വാങ്ങി വെക്കാം. അപ്പൊ അടുത്ത വീഡിയോസിലൊക്കെ എനിക്ക് ഇങ്ങനെ ഫുൾ സ്റ്റൈലിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇതാണ് ഞാൻ പിന്നെ വാങ്ങിച്ചൊരു സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മുന്നിൽ തന്നെയൊക്കെ വെക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ സൈഡിൽ വെച്ചിട്ടേ ഉള്ളൂ. അപ്പം ഇത്ര സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. മമ്മുസോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ്. ഇത് നമ്മളെ UAE-ലും എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മുടെ നാട്ടിലും ഒരുപാട് സ്ഥലത്തേക്ക് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. മിനിസോ പോലെ തന്നെ ഉള്ളതാണ്. കൊറിയൻ ഇതാണെന്ന് പറയുന്നെങ്കിലും മെയ്ഡ് ഇൻ ചൈന. എല്ലാ സാധനങ്ങളും മെയ്ഡ് ഇൻ ചൈനയാണ് ഞാൻ കണ്ടെടുത്തോളം സാധനങ്ങളൊക്കെ. അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കുട്ടി ഹോൾ വീഡിയോ എൻ്റെ ഫസ്റ്റ് ഹോൾ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടിപൊളി വീഡിയോസ് കാണുന്നത് വരെ ലവ് യു ആൾ.